ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ആമ്പൽ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആമ്പലാണ്. ഒരു വലിയ ആമ്പൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആമ്പലിനെ എങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കും, എല്ലാം കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിപ്പോൾ ആമ്പലിനെ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത്ര നല്ല മഞ്ഞപ്പൂവൊക്കെ വിരിഞ്ഞിരിക്കുകയാണ്, ഇളക്കാൻ തോന്നുന്നില്ല. ഓക്കെ, നമ്മളിതിൽ നിന്ന് ഉൾഭാഗത്ത് ഞാൻ വലിച്ച് മുകളിലേക്ക് എടുത്തതിന് ശേഷമാണ് പാക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു വീഡിയോ എടുത്തിപ്പോൾ ഇതിനെ ഇളക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. കാരണം രാവിലെ ആയിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഈ ഫ്ലവറിന് ഇങ്ങനെ നിൽക്കണ അപ്പോൾ എനിക്ക് എന്തോ പറ്റി, എനിക്ക് ഇത് ഇപ്പോൾ ഇളക്കാൻ വേണ്ടി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റിനെ നമ്മളൊരു വൈകുന്നേരം ഈ ഫ്ലവർ നനഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാൻ കരുതി. എന്നിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈകുന്നേരം വരെ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അടുത്തതിൻ്റെ ബാക്കി ഞാൻ അതായിട്ട് ആഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിപ്പോൾ രാവിലെ വന്ന് ഇളക്കാൻ നമ്മുടെ ഈ മഞ്ഞ ആമ്പലിനെ അപ്പോൾ ഇളക്കുന്നില്ല, പിന്നെ ഇളക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയായിരുന്നു. കാരണം ആ ഫ്ലവർ ഇപ്പോൾ എല്ലാം അണഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് രാവിലെ ഫ്ലവർ ഉള്ള സമയത്ത് ഇളക്കിയെടുക്കാം, പക്ഷേ അപ്പോൾ ഇളക്കിയെടുത്ത് എനിക്ക് മനസ്സ് തോന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇളക്കിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കൈ ഇതേപോലെ നമ്മൾ പ്ലാന്റിന് ഏകദേശം അടുത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ താഴേക്ക് കൈ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിയിൽ കൂടെ അല്പം ഒന്ന് പ്രസ് ചെയ്ത് പൊക്കിയെടുക്കുക. പ്ലാന്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് കുടയുക, ഇങ്ങനെ ഷേക്ക് ആക്കുക. അല്പം നമ്മൾ കണ്ട ഇനി മുട്ടകളുണ്ട്. ഉണ്ടോ, ഇത്ര മുട്ടകളുണ്ടാവും, 1 2 3 മുട്ടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാന്റിനാണ് മഞ്ഞയിൽ നിറച്ച് ഫ്ലവർ നമുക്ക് കിട്ടും. കാരണം നമ്മൾ ട്രോപ്പിക്ക് നമ്മളെ സാധാ ക്ലൈമറ്റിൽ കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. ഇതാ, ഇത്രയും വലിയൊരു പ്ലാന്റിനാണ് 1200 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഈടാക്കുന്ന റേറ്റ്. ഇലയിൽ നിന്ന് പൊടിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇത് വിൽക്കാം. ഇതിൻ്റെ ഒരു 10 പ്ലാന്റ് വിറ്റ് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. ഓക്കെ, താല്പര്യമുള്ളവർ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. ഇത് നമുക്കിനി പാക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആ ഒരു പ്ലാന്റിന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി പാക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്ലാന്റിലുള്ള മഞ്ഞ കളർ അടിച്ചിരിക്കുന്ന ഇലയെല്ലാം റിമൂവ് ചെയ്യുക. മാക്സിമം നമുക്കൊരു 5 ഇലയൊക്കെ വെച്ചിരുന്നാൽ മതി. ഞാനിപ്പോൾ എല്ലാ ഇലയും വെച്ചിരിക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഇതിനടുത്ത് നമ്മൾ ആമ്പൽ ചെടിയെ എടുത്ത് നൂത്തിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊരു വലിയ ആമ്പലാണ്. ലീഫൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നൽപ്പൊന്ന് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളിങ്ങനെ ചുറ്റി റൗണ്ട് ചെയ്തെടുക്കും. ഞാനിവിടെ ക്യാമറയുടെ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് അല്പം ഒന്ന് പ്രസ് ചെയ്ത് ഇലയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ ചെയ്ത് വേണം. ഓക്കെ, ഹോൾഡ് ചെയ്തതിന് ശേഷം പയ്യെ ഉണ്ടാകും, പൊടിയില്ല അതിൻ്റെ അകത്ത്. ഇനി നമ്മളിതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം കൊണ്ട് നനച്ചതിന് ശേഷം നമുക്ക് അല്പം ഒന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം നനച്ചതിന് ശേഷം വേണം മടക്കാനുള്ള, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. നമുക്കിനി വെള്ളം നനച്ചിട്ട് ഞാൻ മടക്കി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആമ്പൽ ഞാനിപ്പോൾ മടക്കി എടുക്കാൻ പറ്റും. വെള്ളം നനച്ചിട്ട് മടക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ തണ്ടുകൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്കിപ്പോൾ ഞാൻ പണ്ട് കറി കവറാണ് യൂസ് ചെയ്തിരുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടിയ കവർ വാങ്ങിച്ചു, കാരണം കറി കവറൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്, പ്ലാസ്റ്റിക് നിരോധനമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മൈക്രോൺ കൂടിയതായിട്ടുള്ള ഇങ്ങനത്തെ കവറുകൾ മേടിക്കാൻ കിട്ടും. 1 കിലോ 200 രൂപയാണ്. ഞാൻ തമിഴ്നാടിനാണ് ഞാൻ മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കവറും താല്പര്യമുള്ളത് നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ കവേഴ്സ് അവൈലബിൾ ആണ്. ഒരു കവർ എടുക്കുക. ഫസ്റ്റിന് ഒരു കവർ എടുത്ത് നെക്സ്റ്റ് കവറിനകത്തേക്ക് ആക്കാൻ പോവുകയാണ്. അതും ഞാൻ ക്യാമറ താഴേക്ക് വച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഒറ്റയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് കയറ്റി കൊടുക്കാം. ഇത്ര വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് അല്പം പാടുപെടും കയറ്റ്. ഈ ഒരു അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് പിന്നെ പ്ലാന്റിന് വലുതായിട്ടൊന്നും ക്ഷതമൊന്നും ഏൽക്കില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു ഇത് ഇട്ട് കഴിഞ്ഞു. നമുക്കിനി ഒരു ഇതും കൂടെ എടുക്കണം, കവറും കൂടെ. ഓക്കെ, അപ്പോൾ ഇനി ഒരു കവറും കൂടെ വെച്ച് നമുക്കിതിനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1200 ഈ ഒരു ആമ്പൽ വാങ്ങുകയാണെങ്കിൽ കൊറിയർ ചാർജ് തരണ്ട. സാധാരണ നമുക്കിപ്പോൾ ഇത് തമിഴ്നാടാണ് അയക്കുന്നത്. തമിഴ്നാടാകുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ 100 രൂപയാകും. പിന്നെ ഇതിന് ഞാൻ ഈടാക്കുന്നില്ല, വെറും 1200 രൂപ മാത്രമാണ് ഈടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പാക്കിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം ഞാൻ ഈ ഒരു വന്ന ഭാഗത്തിന് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് 2 ഒന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം വന്ന് ചേർന്നിട്ട് 2 കവർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ കവർ ഇട്ടതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാക്കിംഗ് ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ഇറങ്ങി വരില്ല, കുറച്ച് മാത്രമേ വെള്ളം നനച്ചുള്ളൂ. കൂടുതൽ വെള്ളത്തിൻ്റെ അംശം ഇല്ല, ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഇത് അഴുകി പോകാൻ ടെൻഡൻസി ഉണ്ട്. കുറച്ച് വെള്ളം നനച്ചാൽ മതി. അതിനുശേഷം വെള്ളം എന്തെങ്കിലും കുറച്ച് കൂടുതൽ വരികയാണെങ്കിൽ പുറത്തിറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്. അത് മാത്രമല്ല, കൂടുതൽ ഡ്രൈനസ് വരാതിരിക്കാൻ വേണ്ടിയും കൂടെയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ പാക്കറ്റുകൾ.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലത്തെ നമുക്ക് ഷൂ കടകളിൽ നിൽക്കുന്ന ഇതുപോലത്തെ ബോക്സുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതുപോലത്തെ ബോക്സ് മേടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇത് തെർമോക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തെർമോക്കോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തെർമോക്കോൾ മേടിക്കാൻ വേണ്ടി പോകണ്ട. നമുക്ക് ന്യൂസ് പേപ്പറിനെ ഫോൾഡ് ചെയ്തിട്ട് അതിനെ വെച്ചാലും മതി. ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ വെച്ച് കാണിച്ചാൽ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുക്കുക. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇട വരുന്ന പ്ലേസിലേക്ക് ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മൂടാം. ഓക്കെ, അപ്പോൾ ഇതിന് ഇടയ്ക്ക് വേറെ പ്ലേസ് വരില്ല. വേറെ പ്ലേസ് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് അങ്ങോട്ട് ഇടം കിടന്നായിരിക്കും. ഇതാകുമ്പോൾ പ്ലാന്റ് ഫിക്സ് ആയിട്ടിരുന്നോളും. വേറെ ഒന്നും വന്ന് പ്രസ് ചെയ്താലും വേറെ ഒന്നും സംഭവിക്കില്ല പ്ലാന്റിന്. ഇതാണ് നമ്മളെ പാക്കിങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പാക്കിങ്. ഇനി നമ്മളിതിന് നമ്മുടെ സെലോ ടാപ്പ് വെച്ച് നമ്മുടെ പാക്കിംഗ് ടാപ്പ് വെച്ചിട്ട് നമ്മളിതിനെ ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അഡ്രസ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസും എഴുതി ഒട്ടിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ.